ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷീ സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് തേങ്ങ വെള്ളം വെച്ചിട്ട് നമുക്ക് കിടിലനായിട്ട് ഇതുപോലെ വെള്ളാപ്പം എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കിയാലോ. ഈ ഒരു വെള്ളാപ്പം ഉണ്ടാക്കാൻ ഈസ്റ്റോ, സോഡാക്കാർ, അതുപോലെ കപ്പി കാച്ചോ അങ്ങനത്തെ ഒരു പരിപാടിയുടെ ആവശ്യമില്ല. ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു തേങ്ങൻ്റെ വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി വെക്കാം. തേങ്ങ നമ്മൾ കരക്കാനെടുക്കുന്ന സമയത്ത് ഉടക്കുമ്പം ഇതുപോലെ അതിൻ്റെ വെള്ളം എടുത്ത് വെച്ചാൽ മതി. വിളയാത്ത തേങ്ങ ആയതുകൊണ്ട് ഇതിന് വെള്ളം കുറച്ച് കൂടുതൽ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നന്നായിട്ട് പഞ്ചസാര ഇട്ട് ഇളക്കിയിട്ട് അതവിടെ നമുക്ക് മൂടിയിട്ട് മാറ്റി വെക്കാം. ഇനി വെള്ളാപ്പത്തിന് വേണ്ടി അരി കുതിർത്ത് വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് നമുക്ക് കുതിർത്ത് വെക്കാം. എപ്പോഴും നമ്മൾ അരി കുതിർത്തുന്ന സമയത്ത് കഴുകിയിട്ട് കുതിർത്ത് വെക്കുന്നതായിരിക്കും നല്ലത്. രാവിലത്തേക്ക് വെള്ളാപ്പം ചുടണമെങ്കിൽ നമ്മൾ തലേന്ന് ഉച്ചയ്ക്ക് തന്നെ കുതിർത്ത് വെച്ചിട്ട് കുറച്ച് നേരത്തെ അരച്ച് വെക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ നമുക്ക് നന്നായിട്ട് തന്നെ അത് പുളിച്ച് കിട്ടും. ഈ ഒരു അരി ഞാൻ ഉച്ചക്കാണ് കുതിർത്തി വെച്ചത്. അപ്പോൾ അരക്കുമ്പം ഒരു 5 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ മിനിമം ഒരു 3 മണിക്കൂറെങ്കിലും കുതിർത്ത് വെക്കാം. ഇനി കഴുകി ഊറ്റിയെടുത്തിട്ടുള്ള അരിയിലേക്ക് ഞാൻ 1.5 കപ്പ് ചോറ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ 1/2 കപ്പ് തേങ്ങയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് വിളയാത്ത തേങ്ങയാണ്, അതുകൊണ്ടാണ് 1/2 കപ്പ് ചേർത്ത് കൊടുക്കുന്നത്. വിളഞ്ഞ തേങ്ങയാണെങ്കിൽ നമുക്ക് 1/2 കപ്പിന് മുകളിൽ ചേർത്ത് കൊടുക്കാം. അതായത് വിളയാത്ത തേങ്ങ കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ വെള്ളാപ്പം വല്ലാതെ അങ്ങ് സോഫ്റ്റായി പോകും. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു മിക്സി ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണം. അപ്പം ഞാനൊരു 3 ട്രിപ്പായിട്ടാണ് അരച്ചെടുക്കുന്നത്. ആദ്യം ഇതുപോലെ കുറച്ച് മിക്സിയിൽ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഇട്ട് കൊടുത്ത അരിൻ്റെ ഏകദേശം ഒരു 3/4 ഭാഗത്തോളം നമുക്കിതിൽ വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നൈസായിട്ടൊന്ന് അരച്ചെടുക്കണം. വെള്ളം കൂടി പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം നമ്മൾ വെള്ളാപ്പത്തിനാണ് അരക്കുന്നത്. അപ്പോൾ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരച്ച് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി അരച്ചാൽ മതി. ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നന്നായിട്ട് തന്നെ അരി അരച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഏത് പാത്രത്തിലാണോ മാവ് പുളിപ്പിക്കാൻ വെക്കുന്നത് ആ പാത്രത്തിലേക്ക് ഒഴിച്ച് വെക്കാം. അപ്പോൾ ഇങ്ങനെ തന്നെ നമുക്ക് ബാക്കിയുള്ള അരിയും ഇതേപോലെ തന്നെ അരച്ചെടുക്കാം. അതുപോലെ തന്നെ വെള്ളം ഒഴിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അരി അരക്കുന്ന സമയത്ത് നമ്മൾ വെള്ളത്തിൻ്റെ കൂടെ തേങ്ങ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അരച്ചെടുക്കാവുന്നതാണ്. ഞാൻ എടുത്തിട്ടുള്ള വെള്ളത്തിൻ്റെ അളവ് കുറവായതുകൊണ്ട് ഇപ്പം നല്ല കട്ടിയിലാണ് അരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാ അരിയും അരച്ചതിന് ശേഷം ഞാൻ ഇതിലേക്ക് നമ്മൾ ആദ്യം കലക്കി വെച്ചിട്ടുള്ള തേങ്ങ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾ അരക്കുന്ന സമയത്ത് വെള്ളം കൂടി പോകാൻ സാധ്യത ഉണ്ടാകും. അതുകൊണ്ട് തേങ്ങ വെള്ളം നമ്മുടെ വെള്ളത്തിൻ്റെ കൂടെ തന്നെ ഒഴിച്ചിട്ട് അരച്ചെടുക്കാവുന്നതാണ്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് രാവിലത്തേക്ക് ഫെർമെൻ്റ് ആവാൻ വേണ്ടിയിട്ട് വെക്കാം. ഈ ഒരു കട്ടിയിലാണ് നമ്മുടെ മാവ് ഇവിടെ അരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ തണുപ്പ് കാലം ആയതുകൊണ്ട് മാവ് പുളിക്കാൻ കുറച്ച് താമസം എടുക്കും. അതുകൊണ്ട് അടച്ച് വെച്ചതിന് ശേഷം വീട്ടിൽ റൈസ് കുക്കർ ഉണ്ടെങ്കിൽ അതിലേക്ക് ഇറക്കി വെക്കാം. ഇല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ മൂടി വെച്ച് അടുപ്പിൻ്റെ മുകളിൽ ഒരു ചെറിയൊരു കുട്ടിക്കല്ലെടുത്ത് വെച്ചിട്ട് തുണി കൊണ്ട് പൊതിഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിരിക്കും. അങ്ങനെ രാവിലെയായി. ഇപ്പോൾ രാവിലത്തെ നാസ്തക്ക് നമ്മൾ വെള്ളാപ്പാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ റൈസ് കുക്കറിന് മാവൊക്കെ പുറത്തെടുത്ത് വെച്ചു. തുറന്ന് നോക്കുകയാണ്. അപ്പോൾ മാവ് നന്നായി കട്ടിയായിട്ട് നല്ല പുളിച്ചിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് വെള്ളാപ്പം ചുട്ടെടുക്കാം. തേങ്ങ വെള്ളവും തേങ്ങയിട്ട് അരക്കുന്നത് കൊണ്ട് തന്നെ വെള്ളാപ്പം കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഈ ഒരു വെള്ളാപ്പത്തിന് കറി വേണമെന്നില്ല, നമുക്ക് അല്പം പാലും പഞ്ചസാരയൊക്കെ കൂട്ടി കഴിക്കാനും വളരെ രുചിയാണ്. വെള്ളാപ്പം ചൂടാൻ വേണ്ടിയിട്ട് ഞാൻ അപ്പച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നന്നായി ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കണം. അതിനുശേഷം മാവ് ഒഴിച്ചിട്ട് ഞാൻ ഇതുപോലെ ആ സ്പൂൺ വെച്ചിട്ട് തന്നെ ഒന്ന് ചുറ്റിച്ചെടുക്കുന്നുണ്ട്. ഞാൻ സാധാരണ ഇതുപോലെ തന്നെയാണ് ചൂടാറ്. പാത്രം എടുത്തിട്ട് ചുറ്റാനൊന്നും നിൽക്കാറില്ല. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. ചെറിയ തീയിൽ വെച്ചിട്ടാണ് വെള്ളാപ്പം ചുട്ടെടുക്കുന്നത്. അങ്ങനെ 2 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ അതിൻ്റെ സൈഡൊക്കെ മുരിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് അടുപ്പത്ത് നിന്ന് എടുക്കാം. അങ്ങനെ വെറും തേങ്ങാ വെള്ളം ഒഴിച്ചുകൊണ്ട് നമ്മൾ നല്ല കിട്ടിയിലും വെള്ളാപ്പം ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള മാവും ചുട്ടെടുക്കാം. ഈ ഒരു വെള്ളാപ്പം സൈഡൊക്കെ നല്ല ക്രിസ്പി, അതുപോലെ തന്നെ നല്ല സോഫ്റ്റുമാണ്.
അപ്പോൾ നിങ്ങളും ഇതേപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്തിട്ട് എനിക്ക് കമൻ്റ് ഇടാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം. ഇതിന് മുന്നേ കപ്പി കാച്ചിട്ട് വെള്ളാപ്പം ഉണ്ടാക്കുന്നൊരു വീഡിയോ ഞാൻ ഇട്ടിരുന്നു. അപ്പോൾ എനിക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടിയിട്ടുള്ള വീഡിയോ അതാണ്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും. അതുകൂടി നിങ്ങളൊന്ന് കാണണം. നിങ്ങളൊരു വെള്ളാപ്പം ലവറാണെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് വെള്ളാപ്പം ഉണ്ടാക്കി നോക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്നൊരു വീഡിയോ കൂടിയാണിത്. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഇനി ഇതുപോലുള്ള സിമ്പിളായിട്ടുള്ള വീഡിയോസിന് വേണ്ടി സ്റ്റേ ട്യൂൺ ഷീ സ്റ്റോറീസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.